അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാൻ മാസത്തിലാണ് നമ്മളുള്ളത്. റമദാൻ മാസം പുണ്യങ്ങളുടെ പൂക്കാലമാണ് എന്നതോടൊപ്പം തറാവീഹ് നിസ്കാരവുമായി ബന്ധപ്പെട്ടും മറ്റും അനേകം വിവാദങ്ങൾ എല്ലാ റമദാൻ മാസങ്ങളിലും നമ്മൾ അനുഭവിക്കാറുണ്ട്. ഈ റമദാൻ മാസവും അതിൽ നിന്ന് വിമുക്തമല്ല. പക്ഷേ ഒരു വ്യത്യാസമുള്ളത്, ഇപ്രാവശ്യം വിവാദം തുടക്കത്തിലല്ല, ഇടയിൽ വെച്ചാണ് ഉണ്ടായത് എന്നതാണ്. പറഞ്ഞു വരുന്നത് റമദാനിലെ പ്രത്യേക നിസ്കാരമായ തറാവീഹിനെ കുറിച്ച് തന്നെയാണ്. ഈ വർഷം വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് തറാവീഹ് നിസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നതിന് പുറമെ മറ്റൊരു നിസ്കാരം കൂടി മുജാഹിദ് പള്ളികളിൽ ജമാഅത്തായി നടപ്പിലാക്കിയതിനെ കുറിച്ചാണ്. ഖിയാമുൽ ലൈൽ എന്ന പേരിൽ നടപ്പിലാക്കിയ ആ നിസ്കാരവുമായി ബന്ധപ്പെട്ട് വാട്സപ്പിൽ വന്ന ഒരു മെസ്സേജ് വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഖിയാമുൽ ലൈൽ നമസ്കാരം നാം അറിയേണ്ട ചില വസ്തുതകൾ. റമദാനിലെ അവസാന പത്തിൽ നമ്മുടെ ചില പള്ളികളിൽ തറാവീഹ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം, രാത്രി ഉറക്കം കഴിഞ്ഞതിന് ശേഷം പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നവരെയും ആദ്യ തറാവീഹ് ജമാഅത്തായി നമസ്കരിച്ചവരെയും ഉൾപ്പെടുത്തി രണ്ടാമതൊരു ജമാഅത്ത് അഥവാ ഖിയാമുൽ ലൈൽ നടന്നു വരുന്നതായി അറിയാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ വിത്റിലെ ഖുനൂത്തും. ഇത് പ്രവാചക മാതൃകയിലില്ലാത്തതും പുത്തനാചാരവുമാണെന്ന് നാം തിരിച്ചറിഞ്ഞ് എല്ലാ ഇമാമുകളും പള്ളി കമ്മിറ്റിക്കാരും ഇതിൽ നിന്ന് പിന്മാറണമെന്ന് ഇതിനാൽ അറിയിക്കുന്നു. KJU സെക്രട്ടറി ഹനീഫ് കായക്കൊടിയുടെ ഇത് സംബന്ധമായി ഈ ആഴ്ചയുടെ വിചിന്തനത്തിൽ വന്ന ലേഖനവും ഇതോടൊപ്പം സമർപ്പിക്കുന്നു. കൂടുതൽ വായിച്ച് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് സൈനുദ്ദീൻ AP, സെക്രട്ടറി KNM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി, സലഫി സെന്റർ, അമൈ റോഡ്, കാസർഗോഡ്. ഇതാണ് വാട്സപ്പുകളിലൂടെ ഒഴുകി നടന്ന മെസ്സേജ്. എത്രമാത്രം ആധികാരികമാണ് എന്നതിനപ്പുറത്തേക്ക് ഹനീഫ് കായക്കൊടിയുടെ വിചിന്തനത്തിൽ വന്ന ലേഖനം ഈ വിഷയത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്. പ്രസ്തുത വിചിന്തനം വന്നത് ഈ റമദാൻ മാസത്തിലാണ്. എന്താണ് ആ വിചിന്തനത്തിൽ ഇങ്ങനെ പുതിയതായി മുജാഹിദ് പള്ളികളിൽ ആരംഭിച്ച രണ്ട് നിസ്കാരങ്ങളെ കുറിച്ച് പറയുന്നത്? നമുക്കതൊന്ന് പരിശോധിക്കാം. ഇതാണ് ആ വിചിന്തനം. 2025 മാർച്ച് 21 ഖിയാമുൽ ലൈൽ പ്രവാചക മാതൃകയിൽ തൃപ്തരാവുക എന്ന കവർ സ്റ്റോറിയാണ്. വിത്രിലെ കുനൂത്തും രണ്ടാമത്തെ ജമാഅത്തും എന്ന സബ് ടൈറ്റിലിന് താഴെ ഹനീഫ് കായക്കൊടി എഴുതുന്നു. മറ്റൊന്ന്, പള്ളികളിൽ തറാവീഹിന് പുറമെ ഖിയാമുൽ ലൈൽ എന്ന പേരിൽ പ്രത്യേകമായി തഹജ്ജുദ് നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതായി കാണുന്നു. പള്ളിയിൽ നടന്ന തറാവീഹ് നമസ്കാരത്തിൽ പങ്കെടുത്തവരും അല്ലാത്തവരും, എഴുത്തിക്കാഫ് ഇരിക്കുന്നവരും അല്ലാത്തവരുമായി പല ആളുകളും ഈ നമസ്കാരത്തിന് എത്തിച്ചേരാറുണ്ട്. ഇവിടെ ചില കാര്യങ്ങൾ പ്രത്യേകം നാം ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോ ഇതൊരു പുതിയ പ്രവണതയായിട്ടാണ് ഹനീഫ് കായക്കൊടി ഇതിനോട് അവതരിപ്പിക്കുന്നത്. അതെ. അതായത് ഇത്രയും കാലം കേരളത്തിലെ മുജാഹിദുകൾക്ക് ഉണ്ടാവാതിരുന്ന, ഈ കൊല്ലം പുതുതായിട്ട് കണ്ടുവരുന്ന പ്രവണതയാണ്. അത് പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരു തീർപ്പ് എന്നാണോ ഹനീഫ് കായക്കൊടി പറയാണ്. ഈ രീതിയിൽ തറാവീഹിന് പുറമെ മറ്റൊരു ജമാഅത്ത് നമസ്കാരം പള്ളിയിൽ നിക്ഷയിക്കുന്നതിന് പ്രവാചക മാതൃകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വഹാബത്ത് നമസ്കരിച്ചതും ഉമർ റളിയല്ലാഹു അൻഹു പുനഃസ്ഥാപിച്ച വേളയിൽ സ്വഹാബത്ത് നമസ്കരിച്ചതുമായ പള്ളിയിലെ ജമാഅത്തായ തറാവീഹ് നമസ്കാരം രാത്രിയുടെ ആദ്യ സമയത്തിൽ ആയിരുന്നു. ഉറങ്ങി എഴുന്നേറ്റ ശേഷമുള്ള നമസ്കാരം ആയിരുന്നില്ല അത്. ഉറങ്ങുന്നതിന് മുമ്പ് നിർവഹിക്കുന്നതിനേക്കാൾ ഉത്തമം ഉറങ്ങിയതിനു ശേഷം നിർവഹിക്കുന്ന നമസ്കാരമാണ് എന്ന് അഭിപ്രായപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഖിയാമുൽ ലൈൽ എന്ന നിലക്ക് മറ്റൊരു ജമാഅത്ത് പള്ളിയിൽ സ്ഥാപിച്ചിട്ടില്ല. അപ്പോ ഹനീഫ് കായക്കൊടി ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ രണ്ട് ജമാഅത്ത് ഖിയാമുൽ ലൈൽ എന്ന പേരിലൊന്നും തറാവീഹ് നിസ്കാരം എന്ന പേരിൽ മറ്റൊന്നും നടത്തുന്നതിന് പ്രാമാണികമായ യാതൊരു പിൻബലവുമില്ല എന്നാണ്. ഈ വിഷയത്തില് വിസ്ഡം മുജാഹിദുകൾ നാഞ്ഞി എന്താണ് പറയുന്നത് നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. ഖിയാമുൽ ലൈൽ അങ്ങനെ ഇല്ലാന്നൊക്കെ ചില മനുഷ്യന്മാര് പറയാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഉള്ളത്. ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ ഹഫിളയോട് ഇതേ കാര്യം ചോദിച്ചത് ഇപ്പോൾ ഇന്നലെ നമ്മൾ യൂട്യൂബിൽ വന്നിരുന്നു. എന്താ ചോദിച്ചത്, ചില ആളുകൾ രാത്രി പാതിരാ സമയത്ത് നിസ്കാരം ഇല്ലാന്ന് പറയുന്നു, എന്തു പറയാനുണ്ട്? അദ്ദേഹം കൊടുത്ത മറുപടി, ഒഹും കുസാല, ആ പറയുന്ന മനുഷ്യന്മാരൊക്കെ മടിയന്മാർ അവർക്ക് നിസ്കരിക്കാൻ വയ്യ, അപ്പൊ പിന്നെ അത് ഇല്ലാതാക്കിയതാണ് അദ്ദേഹം കൊടുത്ത മറുപടി. അപ്പൊ ഇവിടെ ഇപ്പോ ഇങ്ങനെ രണ്ട് നിസ്കാരം ഇല്ല എന്ന് പറയുന്നവരെ കുറിച്ച് അവര് മടിയന്മാരാണ് എന്നതാണ് ഫൈസൽ മൗലവി ഇവിടെ കട്ടായമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പ് നിസ്കരിച്ചിട്ടില്ലല്ലോ, അപ്പൊ നിസ്കരിക്കാത്ത ഇവരൊക്കെ മടിയന്മാരാണ് എന്ന് തന്നെയല്ലേ അദ്ദേഹം പറഞ്ഞതിന്റെ താല്പര്യം? അത് മറ്റൊരർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇത് ഈ വർഷം തുടങ്ങിയ ഒരു സംഗതി എന്നുള്ള നിലക്ക് അത് ഒരു വലിയ സംഭവമായിട്ട് എടുക്കുകയാണ്. ഈ വർഷം നിസ്കരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ ആളുകളെ കുറിച്ച് മടിയന്മാരെന്ന് പറയുമ്പോൾ ഇത്രയും കാലം നിസ്കരിക്കാത്തവരും ഇതേപോലെ മടിയന്മാർ തന്നെയാണ് സ്വാഭാവികമായിട്ടും ആവുക. വൈരുദ്ധ്യം വരിക എന്നുള്ളത് ഇവരുടെ ഒരു കൂടപ്പിറപ്പാണല്ലോ. യഥാർത്ഥത്തില് ഇത് കേരളത്തിലെ മുജാഹിദുകൾക്കിടയിൽ ഒരു വളരെ വലിയൊരു മാറ്റമാണ്. കഴിഞ്ഞ വർഷമാണ് അവർ ഈ രൂപത്തിലുള്ള ഒരു മാറ്റത്തിലേക്ക് തുടക്കം കുറിച്ചത്. നമ്മളത് കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു.
ഒരു കാലത്ത് അവര് നമ്മെ പോലെ തന്നെ 20 റക്അത്ത് നമസ്കരിച്ചവരായിരുന്നു. റമദാനിൽ ഒരു പ്രത്യേക നിസ്കാരമുണ്ട്, അത് പിന്നെ 20 റക്അത്താണ് എന്നൊരു സമയത്ത് വാദിച്ചു. പിന്നെ അങ്ങനെ തന്നെ അവരെ എഴുതുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം അങ്ങനെ റമദാനിൽ പ്രത്യേക ഒരു നമസ്കാരം ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം പിന്നെ 8, 3, 11 എന്ന് പറഞ്ഞു. പിന്നെ 11 റക്അത്താണ് എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ 8, 3, 11 ഞങ്ങൾ വാദിച്ചിട്ടേ ഇല്ല, അങ്ങനെ പറഞ്ഞു. 11 കൂടുതൽ നിസ്കരിക്കൽ ബിദഅത്താണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ വിഷയത്തിൽ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ശേഷം നമ്മൾ ഒന്നുകൂടി കൂട്ടി പറഞ്ഞു, ഇതോടുകൂടി അവരുടെ ഈ ജനിതകമായ സ്വഭാവം മനസ്സിലാക്കി നമ്മെ സംബന്ധിച്ചിടത്തോളം അവർ ഇനിയും മാറ്റങ്ങൾ തുടരും എന്ന് നമ്മൾ അന്നത്തെ വീഡിയോ തന്നെ പറഞ്ഞിരുന്നു. അതൊന്നും നമ്മൾക്ക് കേൾക്കേണ്ടതുണ്ട്. അതെ. ആ മാറ്റത്തിന്റെ തുടക്കമായിരിക്കും ചിലപ്പോൾ അവരും തിരുത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ 200-ൽപ്പെട്ട ഒരു വിഷയമായിരിക്കും തറാവീഹ്. അതുപോലെ ഇനിയും അവരിൽ നിന്ന് മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കണം. അതെ. അപ്പൊ ഇത് നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ പറഞ്ഞ വിഷയമാണ്. അതെ. അത് ഈ വർഷം വീണ്ടും അവർക്കിടയിൽ പുതിയ മാറ്റങ്ങൾ വരികയാണ്. ഒരു വർഷം കൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞാൽ പ്രാവർത്തികമാവുകയാണ്. ഇത് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇനിയിപ്പോ ഈ ഒരു മാറ്റത്തിൽ ഇവർ നിൽക്കൂല. ഇനിയും ഇവരെ കൂട്ടത്തുനിന്ന് ഒരുപാട് മാറ്റങ്ങൾ തറാവീഹ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് വരാനുണ്ട്. നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവരെ കൂട്ടത്തുനിന്ന് വന്നേ പറ്റൂ. അതിന്റെ കാരണവും നമുക്ക് എല്ലാവർക്കും അറിയാം. മഹാന്മാരായ പണ്ഡിതർ എങ്ങനെയാണോ പ്രമാണങ്ങളെ സമീപിച്ചത് ആ രീതി വിട്ടിട്ട് ഓരോരുത്തർക്കും ഇപ്പൊ എന്താണോ ബുദ്ധിയിൽ തോന്നുന്നത് അതനുസരിച്ച് മതമായിട്ട് പറയാം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇനി നാളെ എന്ത് ചെയ്യും, വീണ്ടും പുതിയൊരു രീതിയാണ് അവർക്ക് തോന്നുന്നതെങ്കിൽ അതിനനുസരിച്ച് മാറ്റാൻ നിർബന്ധിതരാകും. അത് നമുക്ക് അറിയാവുന്ന ഒരു വസ്തുതയാണ്. ഈ വിഷയത്തിലൊന്നല്ല, ഏത് വിഷയത്തിനെടുത്ത് നോക്കിയാലും കേരളത്തിലെ മുജാഹിദുകളുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോരുത്തർക്കും എന്താണോ അപ്പപ്പോ തോന്നുന്നത് അതനുസരിച്ച് മതവിധി പറയുക. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെന്താണോ ഇവർക്ക് തന്നെ തോന്നുന്നത് അതനുസരിച്ച് പഴയത് മാറ്റി പറയുക. അത് ഈ വിഷയത്തിൽ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. ഈ വർഷം തുടങ്ങിയ ഈ പുതിയ വിവാദം 2 ജമാഅത്ത് ഇവരുടെ പള്ളികളിലൊക്കെ നടക്കുക എന്നുള്ളത്, ഈ വിഷയത്തിൽ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പറയുന്ന ഒരു ക്ലിപ്പുണ്ട്. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയെ നമ്മുടെ കേരളത്തിൽ മുജാഹിദുകൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വിസ്ഡം വിഭാഗത്തിന്റെ പണ്ഡിത സഭയിലെ ഒരാളാണ്, അതിലെ പ്രധാനപ്പെട്ട ഒരാളാണ്. അദ്ദേഹം പറയുന്ന ആ ഒരു ക്ലിപ്പ് കൂടി നമ്മളൊന്ന് കേൾക്കുക. സ്വഹാബികൾ അത് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് 11-ൽ കൂടുകയില്ലേ എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് പോലും ഈ പറഞ്ഞത് ആശ്വാസമുള്ള കാര്യമാണ്. ഫർള് നമസ്കാരം പോലും അത് മറ്റൊരു സന്ദർഭത്തിൽ മറ്റൊരു സാഹചര്യത്തിൽ നമസ്കരിച്ചാൽ എണ്ണം ഇരട്ടിക്കുന്നില്ല എങ്കിൽ 11-ൽ കൂടുതൽ തറാവീഹും ഇരട്ടിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു ളുഹ്ർ നിസ്കരിച്ച ഒരാള് പിന്നെ രണ്ടാമത് ജമാഅത്തായ മറ്റോ നിസ്കരിക്കുകയാണെങ്കിൽ 4 റക്അത്ത് നിസ്കരിച്ചു എന്ന് തന്നെ പറയാം. അവിടെ 8 റക്അത്ത് നിസ്കരിച്ചു എന്ന് പറയിലാണ് മൂപ്പര് പറഞ്ഞ താല്പര്യം. അങ്ങനെയാണെങ്കിൽ അവർ 2 റക്അത്തല്ലേ തറാവീഹ് നിസ്കരിക്കുന്നുണ്ടാവുള്ളൂ. അതെ, അങ്ങനെയാണ് പറയേണ്ടത്. അങ്ങനെയല്ല പറയേണ്ടത്. കാരണം തറാവീഹ് എന്നുള്ളത് ഈ രണ്ട് നിസ്കാരമാണ്. അതിന് എത്ര പോയാലും ഒരാൾ ഇനിയിപ്പം 20 റക്അത്ത് നിസ്കരിക്കുന്ന ആളാണെങ്കിലും ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട 8 നിസ്കരിക്കുന്ന ആളാണെങ്കിലും 11 നിസ്കരിക്കുന്ന ആളാണെങ്കിലും ഒക്കെ 2 റക്അത്ത് വീതമാണ് നിസ്കരിക്കുക. അപ്പൊ 2 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു എന്ന് പറയേണ്ടി വരും. അയാൾ പറഞ്ഞ രീതി അനുസരിച്ച് അങ്ങനെയാണ് വരുന്നത്. ഒരിക്കലും തന്നെ 8 റക്അത്ത് നിസ്കരിച്ചു 11 റക്അത്ത് നിസ്കരിച്ചു പറയാൻ പറ്റൂല. ഈ സംസാരത്തില് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. 11 റക്അത്തിലധികം തറാവീഹ് നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ളത്. നമ്മൾ അതും കൂടി ഒന്ന് കേൾക്കുക. അതേ സന്ദർഭത്തിൽ രാത്രിയിലെ നമസ്കാരം 11-ൽ കൂടിപ്പോയാലും അതൊരു പ്രശ്നമുള്ള കാര്യമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പൊ ഇവരെത്തി നിൽക്കുന്ന ഒരു സ്റ്റാൻഡാണ് ഈ സിറാജുൽ ഇസ്ലാം മൗലവി ബാലുശ്ശേരിയോട് പറഞ്ഞിരിക്കുന്നത്. 11-ലധികം നിസ്കരിച്ചു പോയാൽ അത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത വീഡിയോയിൽ കൃത്യമായിട്ട് ഇവര് ഒരു കാലത്ത് 11-ലധികം നിസ്കരിക്കുന്നത് തെറ്റാണ്, ബിദ്അത്താണ്, അനാചാരമാണെന്നൊക്കെ പറഞ്ഞ് ഇവർ എഴുതി വെച്ച ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിനൊക്കെ കളവാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ഈ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവർ 11-ലധികം നിസ്കരിക്കുന്നത് തെറ്റാണ് എന്ന് എഴുതി വെച്ച ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതൊന്ന് ആൾക്കാരെ കേൾപ്പിക്കേണ്ടതുണ്ട്. കാരണം ഇവരുടെ മാറ്റം എത്ര വലുതാണ് എന്നുള്ളത് പൊതുജനങ്ങൾ മനസ്സിലാക്കണമല്ലോ. ആ ഭാഗം നമുക്കൊന്ന് ഇവിടെ ചേർത്ത് കൊടുക്കാം. 11-ലധികം തറാവീഹ് നിസ്കരിക്കുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ ബിദ്അത്താണ്, അതൊരു ഗുരുതരമായ ഗൗരവമുള്ള സംഗതിയാണ് എന്ന് സൂചിപ്പിക്കുന്നത് അവർ പണ്ട് എഴുതി വെച്ചിട്ടുണ്ടാവണല്ലോ. അത് കുറച്ചൊന്ന് ആളുകൾക്ക് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോഴേ അവർക്ക് മുജാഹിദുകളുടെ ഈ ഒരു വിഷയത്തിലുള്ള മാറ്റം കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും, മാറ്റത്തിന്റെ ആഴം മനസ്സിലാകാം. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഏതൊക്കെ പുസ്തകങ്ങളിലാണ് അവരത് എഴുതി വെച്ചതെന്ന് നമുക്ക് വായിക്കാലോ. ഒരുപാട് പുസ്തകങ്ങളിൽ ഈ വിഷയം അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് 1965 നവംബർ മാസത്തിലെ അൽമനാറാണ്.
ഇതിൽ ഈ നമസ്കാരത്തിൻ്റെ റക്അത്തുകൾ വർദ്ധിപ്പിച്ചു, വേഗത കൂട്ടി, അന്തസത്തയും ഭയഭക്തിയും നശിപ്പിച്ചതിനു പുറമെ വേറെയും ബിദ്അത്തുകൾ നടമാടുന്നുണ്ട്. ഇത് തറാവീഹിലെ ബിദ്അത്തുകളെ കുറിച്ച് മാത്രം ആണ് ഈ ലേഖനം. റമളാനും ബിദ്അത്തുകളും എന്ന ലേഖനത്തിലാണ് ഈ വിഷയം പരാമർശിക്കുന്നത് തന്നെ. ഇത് 1983 ജൂലൈയിലെ സൽസബീലാണ്. ഇതിലും മേൽവിലാസമില്ലാത്ത 23 റമളാനിലെ ഒരു പുണ്യകർമ്മമത്രേ ഖിയാമു റമളാൻ. ഇത് തറാവീഹ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 3 ദിവസം മാത്രം സംഘടിതമായി പ്രവാചകരുടെ നേതൃത്വത്തിൽ 11 റക്അത്തായി നിർവഹിക്കപ്പെട്ട ഈ പുണ്യകർമ്മം പിന്തിരിപ്പന്മാർ 20 മാറ്റി. ആ കൊടും പാതകത്തിന്റെ ഉത്തരവാദിത്വം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ വെച്ചുകെട്ടി. ഇത് അബ്ദുസ്സലാം സുല്ലമിയുടെ മുസ്ലിങ്ങളിലെ അനാചാരങ്ങൾ എന്ന പുസ്തകമാണ്, കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച. ഇതിന്റെ ഒരു സബ് ഹെഡിങ് തറാവീഹ് 23 റക്അത്ത്. പ്രവാചകൻ തറാവീഹ് നമസ്കാരം 11 റക്അത്ത് മാത്രമാണ് വർദ്ധിച്ച നിലക്ക് നമസ്കരിക്കാറുള്ളത്. യാതൊരു സാഹചര്യത്തിലും 11 കൂടുതൽ നമസ്കരിക്കുക എന്നത് അവിടുത്തെ ചര്യയിൽപ്പെട്ടതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി വര്യന്മാരും 11 കൂടുതൽ നമസ്കരിച്ചത് സ്വഹീഹായി ഉദ്ധരിക്കുന്നില്ല. ഈ അനാചാരം പിൽക്കാലത്ത് ചിലർ ഇസ്ലാമിൽ അവരുടെ ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചതാണ്. ഈ അനാചാരം, അതായത് 11 അധികം നിസ്കരിക്കുക എന്നുള്ളത് അനാചാരം അഥവാ ബിദ്അത്ത്. ഇത് 98 ജനുവരിയിലെ ഷബാബ് വരികയാണ്. ഇതിലിങ്ങനെ കാണാം, 11 റക്അത്ത് പൂർത്തിയാക്കിയാൽ പിന്നെ നമസ്കരിക്കുവാൻ യാതൊരു സുന്നത്തുമില്ല ബിദ്അത്തല്ലാതെ. അതെ, അപ്പൊ 11 അപ്പുറത്തേക്ക് നിസ്കരിക്കുകയാണെങ്കിൽ അത് ബിദ്അത്താണ്. അത് മാത്രമല്ല, എന്നാൽ ഒരു കാരണത്താലും 11 റക്അത്തിൽ കൂടുതൽ രാത്രി നമസ്കാരം അത് റമളാനിൽ ആയിരുന്നാലും വർദ്ധിപ്പിക്കുന്നത് നബിചര്യയല്ല. എല്ലാ പേരുകൾ കൂട്ടിക്കലർത്തിയാലും ശരി, അത് ബിദ്അത്ത് തന്നെയാണ്. ഇത് മറ്റൊരു പുസ്തകമാണ്, രാത്രി നമസ്കാരം ആത്മീയ ആനന്ദം നൽകുന്ന ആരാധന. അബ്ദുൽ മാലിക് മൊറയൂര് എഴുതിയതാണ്. അതിൽ ഒരു അധ്യായമാണ് റക്അത്തുകൾ എത്ര. രാത്രി നമസ്കാരത്തിന്റെ പുണ്യങ്ങളും പവിത്രതകളും ഗ്രഹിച്ചാൽ പിന്നെ ഉയരുന്ന ചോദ്യം, ശരി, എത്രയാണ് നമസ്കരിക്കേണ്ടത് എന്നായിരിക്കും. ഉത്തരം വളരെ ലളിതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ച അത്ര തന്നെ. കാരണം രാത്രി നമസ്കാരവും അതിന്റെ പുണ്യങ്ങളും നമ്മെ പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണല്ലോ. അപ്പോൾ പിന്നെ അവിടുന്ന് എത്രയാണോ നമസ്കരിച്ചത് അത്ര തന്നെ നമ്മളും നമസ്കരിക്കുക. അതിനപ്പുറത്തേക്ക് പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻകടക്കലാവില്ലേ? അതെ, അത് പാടില്ല, അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ ക്ലിയർ. ഏറി വന്നാൽ 11. അപ്പൊ 11 പോകാൻ പാടില്ല. ഇത് അൽ ഇസ്ലാഹ് മാസിക റമളാൻ ഈദ് സ്പെഷ്യൽ. ഇതിന്റെ 4ാമത്തെ പേജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ളുഹർ നമസ്കാരം 4 റക്അത്താണ് നമസ്കരിച്ചിരുന്നത്. ഇതിൽ കൂടുതൽ മനഃപൂർവ്വം വർദ്ധിപ്പിക്കാറില്ല. അവിടുന്ന് മഗ്രിബ് 3 റക്അത്തും ഇശാ നമസ്കാരം 4 റക്അത്തുമാണ് നമസ്കരിച്ചിരുന്നത്. ഇവയിൽ കൂടുതൽ വർദ്ധിപ്പിക്കാറില്ല. ഈ യാഥാർത്ഥ്യം ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതുപോലെ തന്നെ സ്ഥിരപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിലെ രാത്രി നമസ്കാരമായ തറാവിയഹ് 11 റക്അത്തിനേക്കാൾ ഒരു സാഹചര്യത്തിലും വർദ്ധിപ്പിച്ചിട്ടില്ല എന്നത്. അല്ലെ, ഇത് ഇവിടെ 2015 അൽ ഇസ്ലാഹ് മാസികയാണ്. ഇതില് റമളാനിലെ ബിദ്അത്തുകൾ എന്ന ഒരു അധ്യായം തന്നെ കൊടുത്തുകൊണ്ട് അതിന്റെ ഒരു ലേഖനം, ആ ലേഖനത്തിന്റെ ഒരു സബ് ഹെഡിങ് ആണ് തറാവീഹ് നമസ്കാരം 11 കൂടുതൽ വർദ്ധിപ്പിക്കൽ. അപ്പൊ അത് റമളാൻ മാസത്തിൽ ഒരു ബിദ്അത്താണ്. ഇത് അബ്ദുസ്സലാം സുല്ലമി എഴുതിയ തെറ്റിദ്ധരിപ്പിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന പുസ്തകമാണ്. തറാവീഹിലെ എണ്ണം. ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തറാവീഹ് 11 റക്അത്ത് മാത്രമാണ് നമസ്കരിച്ചതെന്ന് ബോധ്യമായി. അത് സമ്മതിക്കുകയും ചെയ്തു. എന്നിട്ടും അത് ഒഴിവാക്കി മദ്ഹബിന്റെ അഭിപ്രായം 23 റക്അത്ത് ആണെന്നതിന്റെ പേരിലോ തന്റെ പിന്നിലുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയോ 23 റക്അത്ത് നമസ്കരിക്കുന്ന പക്ഷം അയാൾ പാപിയാകുന്നു. അപ്പോൾ 2001 KJU എടുത്ത ആ ഒരു തീരുമാനത്തെ സാധൂകരിക്കുന്ന തരത്തിൽ തന്നെയാണ് അവർ പണ്ട് എഴുതി വെച്ചിട്ടുള്ളത്. 11 നിസ്കരിക്കുന്നത് ബിദ്അത്താണ്, തെറ്റാണ്, അനാചാരമാണ്, അത് ളുഹർ നിസ്കാരത്തിന്റെ റക്അത്തുകളിൽ കൃത്രിമം കാണിക്കുന്നത് പോലെയാണ് എന്നൊക്കെ തന്നെയാണ് അവർ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും KJU എടുത്ത 11 നിസ്കരിക്കാൻ പാടില്ല എന്ന തീരുമാനം പക്ഷെ അന്ന് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഇന്നത്തെ വിസ്ഡം വിഭാഗം മാറ്റി എന്നുള്ളതാണ് ഈ ഒരു 2024 പ്രത്യേകത. തറാവീഹുമായി ബന്ധപ്പെട്ട വിഷയം സക്കരിയ സ്വലാഹി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം.
പിന്നെ ജമിയത്ത് മുമ്പിൽ ചർച്ചയ്ക്ക് വന്ന മറ്റൊരു വിഷയം, തറാവീഹ് നമസ്കാരം 11 റക്അത്തിലധികമില്ല എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ട ശരിയായെന്ന് അംഗീകരിക്കുന്നതോടൊപ്പം ദുർബലമായ ഹദീസുകളെയോ പണ്ഡിതാഭിപ്രായങ്ങളെയോ അവലംബിച്ചുകൊണ്ടോ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി ഒഴിവാക്കുന്നതിന് വേണ്ടിയോ 11-ലധികം നമസ്കരിക്കുന്നതിന് വിരോധമില്ല എന്ന വാദം തെറ്റും നാം ഇതുവരെ പുലർത്തിപ്പോന്ന ആശയാദർശങ്ങളിൽ നിന്നുള്ള വ്യതിയാനവുമാണ്. ഇതൊരു വല്ലാത്തൊരു മാറ്റാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇത്രയും കാലം പറഞ്ഞിരുന്നതൊക്കെ ഒറ്റയടിക്ക് മറക്കുക, കൂടുള്ള ആൾക്കാരെ മറപ്പിക്കുക, എന്നിട്ട് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുക, പുതിയൊരു വാദവുമായിട്ട് പുതിയൊരു ആശയവുമായിട്ട് രംഗത്ത് വരിക. ഇതാണ് യഥാർത്ഥത്തിൽ സിറാജുൽ ഇസ്ലാം മൗലവി ബാലുശ്ശേരി ചെയ്തിരിക്കുന്നത്. ഇനി 11-ൽ കൂടുതൽ പാടില്ല എന്ന് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ സംസാരത്തിൽ അദ്ദേഹം ഒരു രസം കൂടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 11-ലധികം നിസ്കരിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കര രസമാണല്ലത്. കുറച്ചു കാലം മുമ്പ്, അധികമൊന്നും പഴക്കമില്ല, കുറച്ച് മുമ്പ് വരെ ഇവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഈ ഒരു രൂപത്തിൽ ഇവര് പറയുന്നത്. ഇവരുടെ ഒരു ദുർഗതിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇങ്ങനെ ആരെങ്കിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്ന്. അപ്പൊ മുമ്പ് ഇവര് വിശ്വസിച്ചതിനെ കുറിച്ച് എന്തായിരിക്കും അവർ കരുതുന്നുണ്ടാവുക? അപ്പോ അദ്ദേഹം പറഞ്ഞതിന്റെ ധ്വനി 11-ൽ കൂടുതൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളതാണല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതെ. അപ്പൊ എല്ലാവരും 11-ൽ കൂടുതൽ നിസ്കരിക്കാം എന്ന അഭിപ്രായക്കാരാണ്. ഇനി വല്ല ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കുള്ള ഒരു ഓപ്ഷനാണ് ഇനി പറയാൻ പോകുന്നത്. അത് ഇത്രമാത്രം മാറ്റം ഇവരുടെ ഇടയിൽ എത്തി എന്നതിന്റെ ഒരു സൂചനക്ക് വേണ്ടിയിട്ടാണ് ഈ ഭാഗം നമ്മളിവിടെ കേൾപ്പിച്ചത്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. 2002 കേരളത്തിലെ മുജാഹിദുകൾക്കിടയിൽ ആദ്യത്തെ ഒരു പിളർപ്പുണ്ടാകുമ്പോൾ അന്നത്തെ മടവൂർ വിഭാഗവും KNM വിഭാഗവുമായി പിളരുന്നതിന് മുമ്പ് ഒരുപാട് വിഷയങ്ങൾ ഇവരുടെ ആദർശപരമായ ഭിന്നതകളെ കുറിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്. ചർച്ച നടത്തുകയും അതിൽ തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൊരു വിഷയമായിരുന്നു തറാവീഹ് നിസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ടുണ്ടായത്. അത് എത്രയും നിസ്കരിക്കാം എന്നൊരു വിഭാഗത്തിന് വാദമുണ്ട്. അങ്ങനെ ആരോ എവിടെയോ എഴുതി, ആ എഴുതിയതുമായി ബന്ധപ്പെട്ട് അതൊരു വിവാദമാക്കി മാറ്റി KNMകാര്. എന്നിട്ട് ആ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരൊരു തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തു. അത് അവരുടെ പുസ്തകങ്ങളിൽ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നത്തെ അവരുടെ ആ തീർപ്പ് ഈ തറാവീഹുമായി ബന്ധപ്പെട്ടത് എന്താണ്, അത് നമ്മൾ ഒന്നുകൂടി ആൾക്കാരെ ബോധ്യപ്പെടുത്തണം. അത് നമ്മൾ പഴയ വീഡിയോയിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്. എന്നാലും ഇപ്പൊ ഇങ്ങനെയൊക്കെ മാറ്റം വരുമ്പോൾ അതെന്താണ് എന്നുള്ളത് ഒന്നുകൂടി നമ്മൾ ആൾക്കാരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എന്താണ് അവരുടെ അന്നത്തെ തീരുമാനം എന്താണ്? അത് പിന്നെ മുബാറക് ബിൻ ഉമർ എഴുതിയ കേരള ജമിയത്തുൽ ഉലമയും നിലപാട് മാറ്റവും എന്ന പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. വിസ്ഡം ബുക്സ് ആണ് ഈ പുസ്തകം പുറത്തിറക്കിയിട്ടുള്ളത്. അതായത് എന്തായിരുന്നാലും ഇതിൽ പറയുന്ന ആശയങ്ങൾ ഇന്നത്തെ വിസ്ഡത്തിന്റെ ആൾക്കാർ കൂടി ബാധകമാണ്. ഇതിന്റെ 43-ാമത്തെ പേജിൽ 11-ലധികം നമസ്കരിക്കുന്നതിന് വിരോധമില്ല എന്ന വാദം തെറ്റും നാം ഇതുവരെ പുലർത്തിപ്പോന്ന ആശയാദർശങ്ങളിൽ നിന്നുള്ള വ്യതിയാനവുമാണ്. രണ്ട് കാര്യം ഇപ്പൊ അവിടെ പറഞ്ഞു. ഒന്ന്, 11-ലധികം നിസ്കരിക്കാമെന്ന വാദം തെറ്റാണ്. അപ്പൊ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല, 11-ലധികം നിസ്കരിക്കാൻ പാടില്ല. ബാലുശ്ശേരി പറഞ്ഞത് ഇതനുസരിച്ച് തെറ്റാണ്. രണ്ടാമത്തെ കാര്യം, ഇതുവരെ പുലർത്തി പോകുന്ന ആശയാദർശം അതാണ്. അത് വേറെ നുണയാണ്. കാരണം ഇതിനു മുമ്പ് ഒരു 20 പറഞ്ഞ കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല വാദങ്ങളും അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ആട്ടെ, 2001 ഈ തീരുമാനം അതിപ്പോ എന്തായിരുന്നാലും ഇന്നത്തെ വിസ്ഡം വിഭാഗത്തിനും കൂടി ബാധകമാകുമല്ലോ, ആവണല്ലോ. കാരണം ഇവര് പറഞ്ഞത് എന്താണ്, 2012 വരെ ഔദ്യോഗികമായിട്ട് എന്തൊക്കെ എഴുതി വെച്ചോ അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നതാണ്. ഇവരുടെ നേർപഥത്തിൽ എഴുതിയതാണ്. ഫൈസൽ മൗലവിനെ പല പ്രാവശ്യം പ്രസംഗിച്ചതാണ്. അത് നമ്മൾ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ എന്നാലും ഈ തീരുമാനത്തിൽ ഒപ്പിട്ടവരിൽ ഇന്നത്തെ വിസ്ഡം നേതാക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന രസമാണ്. തീർച്ചയായിട്ടും വിസ്ഡം ഗ്രൂപ്പിലെ നേതാക്കന്മാർ ഇതിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതില് കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂര്, അതായത് ഇന്നത്തെ വിസ്ഡത്തിന്റെ ഏറ്റവും വലിയ നേതാവ്. അതുപോലെ തന്നെ അബ്ദുൽ ഹക്ക് സുല്ലമി ആമയൂര്. ഈ വിസ്ഡം രൂപീകരിച്ച ഉടനെ ഇവരെ കൂടെ നിൽക്കുകയും ഇവരുടെ ഏറ്റവും വലിയ പണ്ഡിതനായിട്ട് ഇവർ കൊണ്ടുനടക്കുകയും ചെയ്ത വ്യക്തി. പിന്നെ അതുപോലെ തന്നെ KK സക്കരിയ സുലാഹി, അവരൊക്കെ ഇതിൽ ഒപ്പുവെച്ച 2013 ഈ വിസ്ഡം വിഭാഗം പിളർന്നു പോരുമ്പോൾ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു സക്കരിയ സുലാഹി. ഇവരൊക്കെ ഒപ്പുവെച്ചിട്ടുണ്ട് ഈ തീരുമാനത്തിൽ. 11-ലധികം വർദ്ധിപ്പിക്കാൻ പാടില്ല, അത് തെറ്റാണ് എന്ന് പറയുന്ന തീരുമാനം. അപ്പൊ അത് ഇന്നത്തെ വിസ്ഡം വിഭാഗത്തിന് എന്തായിരുന്നാലും ബാധക ആവണം. പല നിലക്കും ഇവരുടെ നേതാക്കന്മാരുണ്ട് എന്നുള്ള നിലക്കും അത് ബാധക ആവണം. മാത്രമല്ല ഇവരെല്ലാരും കൂടെ ഐക്യകണ്ഠേന എടുത്ത തീരുമാനം എന്നുള്ള നിലക്കും ഇവർക്ക് അത് ബാധകമാവണം. എന്നിട്ടാണ് അദ്ദേഹം പറഞ്ഞത് 11-ൽ കൂടുതൽ വിധേയത്താണ്, അല്ലെങ്കിൽ 11-ൽ കൂടുതൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്നത്. ഇത്രയും കാലം 11-നേക്കാൾ കൂടുതൽ തറാവീഹ് നിസ്കരിക്കൽ തെറ്റാണ് എന്നതിന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹദീസായിരുന്നു അവര് ഉദ്ധരിച്ചിരുന്നത്. പുതിയ സാഹചര്യത്തിൽ ഈ ഹദീസിനെ കുറിച്ച് അവർ എന്തായിരിക്കും പറയാ? അതിനൊരു മറുപടി കണ്ടെത്തണമല്ലോ. മറുപടി കണ്ടെത്തിയിട്ടുണ്ട്. ആ മറുപടി സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി തന്നെ പറയട്ടെ. അപ്പോൾ പിന്നെ 11-ൽ അധികരിപ്പിച്ചിട്ടില്ല എന്നുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു തആല അൻഹ
അതേ ഹദീസിൽ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ 7 കുറവും നമസ്കരിച്ചിട്ടില്ല. വലാ ബി അൻഖസ മിൻ സബ്ഇൻ, 7 കുറവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നമസ്കരിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം 1 റക്അത്ത് നമസ്കരിച്ചാൽ അത് തെറ്റാണ് എന്നാണോ? 3 റക്അത്ത് നമസ്കരിച്ചാൽ അത് ബിദ്അത്താണ് എന്നാണോ? 5 റക്അത്ത് നമസ്കരിച്ചാൽ അത് പാടില്ലാത്തതാണ് എന്നാണോ? അല്ല പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ അങ്ങനെയായിരുന്നു. 7 കുറവ് അള്ളാഹുവിൻ്റെ റസൂൽ നമസ്കരിച്ചിട്ടേ ഇല്ല. എന്നാൽ 1 റക്അത്ത് വരെ നമസ്കരിക്കാൻ അനുവാദമുണ്ട്. എന്നതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ 11 കൂടുതൽ അല്ലെങ്കിൽ 13 കൂടുതൽ നമസ്കരിച്ചിട്ടേ ഇല്ല. എന്നാൽ അതിൽ കൂടുതൽ നമസ്കരിക്കാമോ? ഇഷ്ടമുള്ളത്ര നമസ്കരിക്കാമെന്ന് പ്രവാചകൻ പറഞ്ഞു. ഇവരെ സംബന്ധിച്ചിടത്തോളം മറുപടി കൃത്യമാണ്. അതെ. കാരണം നേരത്തെ 11 വർദ്ധിപ്പിക്കാൻ പാടില്ല എന്നുള്ളതിന് ഈ ഹദീസായിരുന്നു ഇവരുടെ തെളിവ്. ഇപ്പം ഈ ഹദീസിനെ ഇവരുടെ പുതിയ ആശയത്തിനനുസരിച്ച് കൊണ്ട് ദുർവ്യാഖ്യാനിച്ചു. 7 ചുരുക്കി നിസ്കരിച്ചിട്ടില്ല എന്നും ഹദീസിന്റെ ബാക്കിയിലുണ്ട്. അപ്പോൾ 1 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെ നിസ്കരിക്കാമല്ലോ എന്നതുപോലെ 11 അധികരിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലും അതിനേക്കാൾ കൂടുതൽ നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ളടത്ത് മാത്രമല്ല അതിന് വേറെ ഹദീസുകളും ഉണ്ട് എന്നാണ് ഇപ്പൊ ആര് പറയുന്നത്? സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പറയുന്നത്. അപ്പൊ ഒരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്, ഈ ഹദീസുകളൊന്നും പണ്ടില്ലായിരുന്നോ? അതെ, ഇത്രകാലം ഹദീസുകളില്ലായിരുന്നു. ഈ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിനെ ഇപ്പൊ നൽകിയ വ്യാഖ്യാനത്തിന് മുമ്പ് ഇവർക്കില്ലായിരുന്നോ? യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സൗദി അറേബ്യയിലെ സലഫിസം കേരളത്തിലേക്ക് അതേപടി പറിച്ചു നടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പണ്ട് വ്യാഖ്യാനിച്ചിരുന്ന ഹദീസുകളെയും ആയത്തുകളെയും ഇവര് മറ്റൊരു തലത്തിലേക്ക് മാറ്റുകയും ഇപ്പൊ പുതിയ ആശയങ്ങൾക്കനുസരിച്ച് കൊണ്ട് ഇവയെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത വന്നു. അങ്ങനെ ഈ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിനെ അവരെന്ത് ചെയ്തു? പുതിയ തലത്തിലേക്ക് വ്യാഖ്യാനിച്ചു. പണ്ട് ഇവര് പറയാതിരുന്ന പല ഹദീസുകളും ഇപ്പൊ പറയാൻ തുടങ്ങി. ഇതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവര് പറഞ്ഞ് എവിടെ എത്തിയിട്ടുണ്ട്? രാത്രി നിസ്കാരത്തിന് റക്അത്തുകളുടെ എണ്ണത്തിന് പരിധിയില്ല എന്നിടത്താണ് ഇപ്പൊ ഉള്ളത്. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി തന്നെ പറയുന്നുണ്ട്. അതേ സന്ദർഭത്തിൽ രാത്രിയിലെ നമസ്കാരം 11 കൂടിപ്പോയാലും അതൊരു പ്രശ്നമുള്ള കാര്യമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് രാത്രി നമസ്കാരം പറഞ്ഞു കൊടുത്തപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ളത്ര നമസ്കരിച്ചോളൂ എന്ന് പ്രവാചകൻ അനുവാദം നൽകിയിട്ടുണ്ട്. ഇവിടെ ഇഷ്ടമുള്ളത്ര നമസ്കരിക്കാമെന്ന് പ്രവാചകൻ പറഞ്ഞു എന്ന് പറയുന്ന ഹദീസ് അത് മഹാന്മാരായ ഇമാമുകൾ കാലങ്ങളായി പഠിപ്പിച്ച ഹദീസാണ്. എല്ലാ പണ്ഡിതന്മാരും ആ ഹദീസുകളെ കുറിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്. രാത്രി എത്രയാണോ ഒരാൾക്ക് നിസ്കരിക്കാൻ കഴിയുക അത്രയും നിസ്കരിക്കാം. തീരെ ഉറങ്ങാതെ രാത്രി മുഴുവനും നിസ്കരിച്ച മഹാന്മാരുടെ ചരിത്രം നമുക്കൊക്കെ അറിയാവുന്നതാണ്. നമ്മൾ ധാരാളം പറയാറുണ്ട്, കേൾക്കാറുണ്ട്. ഇവരൊക്കെയും രാത്രി നിസ്കാരം എത്രയാണോ ഒരാൾക്ക് നിസ്കരിക്കാൻ കഴിയുക അത്രയും നിസ്കരിക്കാമെന്ന് പറഞ്ഞവരാണ്, പഠിപ്പിച്ചവരാണ്. അതേ അവസരത്തിൽ വിത്ർ നിസ്കാരത്തിന് എണ്ണം കൃത്യമായി അവർ പഠിപ്പിച്ചിട്ടുണ്ട്. തറാവീഹ് നിസ്കാരത്തിനും റക്അത്തുകളുടെ എണ്ണം അവർ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി മഹാന്മാരായ പണ്ഡിതർ ഉദ്ധരിച്ച ഹദീസുകളെയാണ് ഇവിടെ തറാവീഹ് നിസ്കാരത്തിലേക്ക് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി വലിച്ചു കൊണ്ടുവരുന്നത്. അദ്ദേഹം പറയുന്ന ആ ഒരു ഭാഗം നമുക്കൊന്ന് കേൾക്കാം. അതുകൊണ്ടാണ് സ്വഹാബികളടക്കം ഈ ഉമ്മത്തിലെ ആദ്യ തലമുറയിലെ മഹാരഥന്മാരായ പണ്ഡിതന്മാരും സലഫുസ്സാലിങ്ങളും മുഹദ്ദിസുകളും മുഫസ്സിറുകളും മദ്ഹബിൻ്റെ ഇമാമിങ്ങളും എല്ലാം തന്നെ രാത്രി നമസ്കാരം അത് എണ്ണം ആ നിലയ്ക്ക് ക്ലിപ്തപ്പെടുത്തപ്പെട്ടതല്ല. ഇഷ്ടമുള്ളത്ര നമസ്കരിക്കുന്നതിൽ വിരോധമില്ല. എങ്കിലും ദൈർഘ്യം കൂട്ടി എണ്ണം കുറച്ചാൽ അതാണ് അഫ്ദൽ. അങ്ങനെ സാധിക്കാതെ അതിന് ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക. കൂടുതൽ ഉർക്കുവും സുജൂദുകളും ചെയ്താൽ അവർക്ക് പ്രയാസം കുറഞ്ഞു കിട്ടും. അങ്ങനെയെങ്കിലും അവർ ഖിയാമുൽ ലൈലിൻ്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കട്ടെ എന്ന് ഉലമാക്കൾ പറയാനുള്ള കാരണം ഈ വിഷയത്തിലെ വിശാലതയാണ്. ഇത് മഹാന്മാരായ പണ്ഡിതരൊക്കെ ചർച്ച ചെയ്ത കാര്യമാണ്. ഒരാൾക്ക് രാത്രിയിൽ എത്രയും നിസ്കരിക്കാം എന്നുള്ള കാര്യം. പക്ഷെ ഇതിനെ തറാവീഹിലേക്ക് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല, വിത്റിലേക്ക് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെയും തറാവീഹ് നിസ്കാരത്തിന്റെ എണ്ണം പ്രത്യേകമായി ചർച്ച നടത്തിയിട്ടുണ്ട്. വിത്ർ നിസ്കാരത്തിന്റെ എണ്ണവും പ്രത്യേകമായി ചർച്ച നടത്തിയിട്ടുണ്ട്. വിത്ർ ചുരുങ്ങിയത് എത്രയാണ് നിസ്കരിക്കേണ്ടതെന്ന് അവർ പഠിപ്പിച്ചിട്ടുണ്ട്. വർദ്ധിച്ചത് എത്രയാണെന്ന് അവർ വേറെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ തറാവീഹ് നിസ്കാരത്തിന്റെ എണ്ണം അവർ ചർച്ച നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ചർച്ചയിലൊന്നുമില്ലാത്ത എത്രയും നിസ്കരിക്കാമെന്ന് പണ്ഡിതർ പഠിപ്പിച്ചത് സാധാരണ സുന്നത്ത് നിസ്കാരത്തെ കുറിച്ചാണ്. അതിന് പണ്ഡിതന്മാർ രേഖയാക്കിയ ഹദീസുകളെയാണ് ഇവിടെ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി തറാവീഹ് നിസ്കാരത്തിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നത്. ഇത് ഇനി അവർ തിരുത്തേണ്ട, ഭാവിയിൽ തിരുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷയുള്ള ഒരു വിഷയമാണ്. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നേരത്തെ ഹനീഫ് കായക്കൊടിയുടെ ലേഖനത്തിൽ വന്ന ആ ഒരു ഭാഗം 2 തവണയായിക്കൊണ്ട് റമദാൻ മാസത്തിൽ ഖിയാമുൽ ലൈൽ എന്ന പേരിൽ നിസ്കാരവും തറാവീഹ് എന്ന പേരിൽ മറ്റൊരു നിസ്കാരവും നിർവഹിക്കുന്നതിനെ കുറിച്ച് അതിന് മാതൃകയില്ലാത്തതാണ് എന്നൊക്കെ പറയുമ്പോൾ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പറയുന്നത് അത് കൂടുതൽ പുണ്യം കിട്ടുന്ന കാര്യമാണെന്നുള്ളത്. നമുക്ക് ആ ഭാഗം കേൾക്കാം. തറാവീഹ് നമസ്കരിച്ച അതേ വ്യക്തി വീണ്ടും ഖിയാമുൽ ലൈലിൽ പങ്കെടുത്താൽ അത് പുണ്യത്തിൽ അധികരിക്കുന്ന ഒരവസ്ഥ എന്നല്ലാതെ മറ്റൊന്നും അവിടെ സംഭവിക്കുന്നില്ല. ഇത്രയും കാലം
തറാവീഹ് എന്ന് പറഞ്ഞാലും വിത്ർ എന്ന് പറഞ്ഞാലും ഖിയാമു റമദാൻ എന്ന് പറഞ്ഞാലും ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാലും ഒക്കെ ഒരേ നിസ്കാരമാണെന്ന് പറഞ്ഞിരുന്ന ആൾക്കാരാണ് ഇപ്പൊ പറയുന്നത് എന്ത് തറാവീഹ് വേറെയും ഖിയാമുൽ ലൈൽ വേറെയും ആക്കിയിട്ട് അവതരിപ്പിക്കുന്നത്. എന്നിട്ട് അതിന് കൂടുതൽ പുണ്യമുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഫൈസൽ മൗലവി ഇങ്ങനല്ല ഈ വിഷയം അവതരിപ്പിച്ചത്. നമുക്ക് ആ ഫൈസൽ മൗലവി പറയുന്നതെന്ന് കേൾക്കാം. രാത്രി 2 ജമാഅത്ത് പള്ളി നടക്കും. അപ്പൊ രണ്ടിലും പങ്കെടുക്കുകയാണോ ഉത്തമം, ഒന്നിൽ മാത്രം പങ്കെടുക്കുകയാണോ ഉത്തമം എന്നാണ്. നബിയുടെ ഫിഅല് 11 ആ ഫിഅലിനോട് യോജിക്കുന്നത് 11 പരിമിതമാവുക എന്നതാണ്. അതുകൊണ്ട് അതാണ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ നല്ലത്. ഫൈസൽ മൗലവി ഇപ്പൊ പറഞ്ഞത് ഒറ്റ ജമാഅത്ത് പ്രൊമോട്ട് ചെയ്യലാണ് നല്ലത് എന്നാ പറഞ്ഞത്. എന്നാൽ സിറാജുൽ ഇസ്ലാം മൗലവി നേരത്തെ നമ്മളിട്ട ക്ലിപ്പിൽ 2 ജമാഅത്തും അത് പ്രൊമോട്ട് ചെയ്യേണ്ടതാണ്, അത് പുണ്യമുള്ളതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞ മൗലവി തന്നെ നേരത്തെ പറഞ്ഞു രാത്രി നിസ്കാരം സുന്നത്തില്ല അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ ആളുകളെ സംബന്ധിച്ച് മടിയന്മാരാണ് എന്നത് സോലിഹ് ഫൗസാന്റെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. ആ നിലക്ക് ചിന്തിക്കുമ്പോൾ ഫൈസൽ മൗലവിയും ആ മടിയന്മാരുടെ കൂട്ടത്തിലല്ലേ പെടേണ്ടത്. കാരണം ഇവിടെ പ്രൊമോട്ട് ചെയ്യേണ്ടതില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ മടിമാരുടെ കൂട്ടത്തിൽ പെട്ടതുകൊണ്ടാവുമല്ലോ. അതെ അതെ. അതേ സമയത്ത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പറഞ്ഞു അത് കൂടുതൽ പുണ്യം കിട്ടുന്ന കാര്യമാണെന്ന്. ഈ വിഷയത്തിൽ ഇങ്ങനെ 2 ജമാഅത്തായിട്ട് നിർവഹിക്കപ്പെടുന്നത് പ്രൊമോട്ട് ചെയ്യേണ്ടതാണോ എന്നുള്ളതിൽ ഇവർക്കിടയിൽ തന്നെ ഒരു ധാരണ ഇല്ല എന്നാണ് ചുരുക്കം. അതെ. ഇനിയിപ്പോ അടുത്ത വർഷത്തിൽ ഇനിയിപ്പോ എന്തെങ്കിലും തീരുമാനമാകുമെന്ന് പറയാൻ പറ്റൂല. കാരണം ഇവർ തമ്മിൽ യോജിപ്പിലെത്തുമോ ഇനി അല്ലെങ്കിൽ മറ്റു വല്ല രീതിയിലേക്കാണോ പോണത് എന്നുള്ളത് നമുക്ക് അടുത്ത വർഷം കണ്ടറിയേണ്ടതാണ്. നമുക്ക് ഈ ചർച്ച തൽക്കാലം അവസാനിപ്പിക്കാൻ തോന്നുന്നു. കാരണം ഈ വിഷയത്തിൽ കേരളത്തിലെ മുജാഹിദുകൾ ഇത്രയും കാലം എഴുതി വെച്ച വ്യത്യസ്തമായ ആശയങ്ങൾ, വ്യത്യസ്തമായ ആദർശങ്ങൾ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം നടത്തിയ വീഡിയോയിൽ കൃത്യമായി അവരുടെ പുസ്തകങ്ങൾ കാണിച്ചുകൊണ്ടും അവരുടെ ക്ലിപ്പുകൾ കേൾപ്പിച്ചുകൊണ്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആ ഒരു വീഡിയോയുടെ ലിങ്ക് നമുക്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം. അത് ആവശ്യമുള്ള ആൾക്കാർ ഒന്നുകൂടെ ആവർത്തിച്ച് കേട്ടോട്ടെ. അത് അവർക്ക് മുജാഹിദ് പ്രസ്ഥാനം എന്താണ് എന്ന് മനസ്സിലാക്കാൻ അവരെ കൂടുതൽ സഹായിക്കും. അക്കൂട്ടത്തിൽ ഒരു കാര്യം കൂടി നമ്മളിവിടെ ഉണർത്തേണ്ടതുണ്ട്. ഇന്ന് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പറയുന്ന ഒരു ക്ലിപ്പുണ്ട് തറാവീഹ് നിസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട്. അതുകൂടി നമ്മളൊന്ന് കേൾക്കാം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിഷയത്തിൽ ഒരു തർക്കത്തിൻ്റെയോ ഭിന്നതയുടെയോ ആവശ്യമില്ല. വളരെ ലളിതമായ കാര്യമാണ്, അങ്ങേയറ്റം വിശാലമായ കാര്യമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി നിങ്ങളാണ് ആലോചിക്കേണ്ടത്. തർക്കത്തിന്റെ ആവശ്യമില്ല, വിശാലമായ വിഷയമാണ്, ലളിതമാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്ന് രംഗത്ത് വന്ന മുജാഹിദ് മൗലവിമാർ അവരല്ലേ യഥാർത്ഥത്തിൽ തറാവീഹ് നിസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട വിവാദം നമ്മുടെ കേരളക്കരയിലേക്ക് എത്തിച്ചത്. കേരളത്തിലെ സുന്നികൾ 1400 വർഷമായി തറാവീഹ് നിസ്കാരം നിർവഹിച്ചു വരുന്നവരാണ്. അവർക്കിടയിൽ ഇതുവരെയായി തറാവീഹ് നിസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിവാദം ഉണ്ടായിട്ടുണ്ടോ? അന്നു മുതൽ ഇന്ന് വരെ അവർ 20 റക്അത്ത് നിസ്കരിച്ചു വരുന്നവരല്ലേ. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഭിന്നത വരുന്നത് തന്നെ 1920കളിൽ കേരളത്തിൽ രംഗപ്രവേശം ചെയ്ത മുജാഹിദുകളിൽ നിന്നല്ലേ എന്ന് നിങ്ങൾ ആലോചിക്കുക. അവരും തുടക്കത്തിൽ സുന്നികളെ പോലെ തന്നെ തറാവീഹ് 20 റക്അത്താണെന്ന് വാദിക്കുകയും അത് അവരുടെ പാഠപുസ്തകങ്ങളിൽ പോലും പഠിപ്പിക്കുകയും ചെയ്തവരായിരുന്നു. പിന്നീടാണ് അവർ തറാവീഹ് നിസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണത്തെ കുറിച്ച് തർക്കം കൊണ്ടുവരുന്നത്. 8 അവർ ഒരു കാലത്ത് വാദിച്ചു, 8 3 11 അവർ വാദിച്ചു, 8 3 11 ഞങ്ങൾ വാദിച്ചിട്ടേ ഇല്ല എന്നവർ പറഞ്ഞു. ഇങ്ങനെ എത്ര നുണകളാണ്, എത്ര വിവാദങ്ങളാണ് തറാവീഹ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് അവർ കൊണ്ടുവന്നത്. എന്നിട്ട് ഇപ്പോൾ ഇവർ പറയുന്നതാവട്ടെ ഇതിൽ തർക്കത്തിന്റെ ആവശ്യമില്ലെന്ന്, വിഷയം വിശാലമാണെന്ന്, കാര്യം ലളിതമാണെന്ന്. നിങ്ങളൊന്ന് ആലോചിക്കുക. ഇത്രയും കാലം കേരളത്തിലെ മുസ്ലിംകൾക്കിടയിൽ വന്നുകൊണ്ട് ഇത്രയേറെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുകയും വാദകോലാഹലങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത ഈ മുജാഹിദുകൾ ഇന്ന് അവർ ഇത്തരം ഒരു വാദത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ആദർശത്തിന്റെ അപജയമാണ് എന്ന് നാം തിരിച്ചറിയുക. ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, ഇന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതേ വാദഗതിയിൽ നാളെയും ഇവർ തുടരും എന്ന് ഒരു ഗ്യാരണ്ടിയുമില്ല. നാളെ വീണ്ടും ഇവർ ഇത് തിരുത്തിയേ പറ്റൂ, ഇല്ലെങ്കിൽ അവരെ നമ്മൾ തിരുത്തിക്കും. കാരണം ഇന്നും ഇവർ ഈ വിഷയത്തിൽ വന്ന ഹദീസുകളെ ദുർവ്യാഖ്യാനിക്കുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ ഇവരിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹദീസുകളെ എങ്ങനെയാണ് വിശദീകരിച്ചതെന്ന് ഇന്നും ഇവർ പരിശോധിക്കുന്നില്ല. തറാവീഹ് നിസ്കാരം റമദാൻ മാസത്തിലെ പ്രത്യേകമായ ഒരു നിസ്കാരമാണ് എന്നതിന് ഇന്നും ഇവർ അംഗീകരിക്കുന്നില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജമാഅത്തായി നടപ്പിലാക്കിയ 20 റക്അത്തിനെ അംഗീകരിക്കാത്തവരാണ് ഈ വിഭാഗം.
ഇതൊക്കെ ഇനിയും ഇവർ അംഗീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തറാവീഹ് നിസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വിസ്ത മുജാഹിദുകളും മറ്റു മുജാഹിദ് ഗ്രൂപ്പുകളും എത്തി നിൽക്കുന്ന വാദഗതികൾ അത് അവരുടെ അവസാനത്തേതല്ല. ഇനിയും അവർ പരിണമിക്കും, ഇനിയും അവരുടെ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവരെ കൊണ്ട് നമ്മൾ തിരുത്തിക്കുക തന്നെ ചെയ്യും. കേരളത്തിലെ മുജാഹിദുകൾ രംഗപ്രവേശം ചെയ്തിട്ട് 1 നൂറ്റാണ്ട് കാലമേ ആയിട്ടുള്ളൂ എന്ന് നാം ആലോചിക്കുക. ഈ 1 നൂറ്റാണ്ടിനിടയിലാണ് ഇത്രയേറെ മാറ്റങ്ങൾ അവർ വരുത്തിയിരിക്കുന്നത്. തൗഹീദ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കേരളത്തിലെ മുജാഹിദുകൾ അപ്ഡേഷൻ നടത്തിയിരിക്കുന്ന ഒരു വിഷയം തറാവീഹാണെന്ന് നിസ്സംശയം മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിലുള്ള കേരള മുജാഹിദുകളുടെ പരീക്ഷണങ്ങൾ അവസാനിച്ചിട്ടില്ല എന്ന് നാം തിരിച്ചറിയുക. സുന്നികളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഇനിയും ഇവർക്ക് മാറ്റേണ്ടി വരും, തിരുത്തലുകൾ വരുത്തേണ്ടി വരും, ഭേദഗതികൾ പറയേണ്ടി വരും. പക്ഷേ ഒരു കാര്യം ദയവ് ചെയ്ത് കേരളത്തിലെ മുജാഹിദുകളോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ പഴയ വാദങ്ങൾ മാറ്റുമ്പോൾ പഴയത് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്, ഇത് ഞങ്ങളുടെ പുതിയ ആശയമാണ് എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം നിങ്ങൾ കാണിക്കണം. 2018 സക്കരിയ സ്വലാഹി കാണിച്ച ആ ഒരു ആർജവമെങ്കിലും മിനിമം നിങ്ങൾ കാണിക്കണം. അതിലപ്പുറത്തേക്ക് പണ്ടും ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ വാദം, മുമ്പ് ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്, പഠിപ്പിച്ചിരുന്നത് എന്ന് പറയുന്ന ആ നുണകൾ ഒഴിവാക്കണം. ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. പണ്ട് നിങ്ങൾ പറഞ്ഞതും എഴുതിയതും ഇന്ന് എല്ലാവരുടെ മുമ്പിലും ലഭ്യമാണ്. അതുകൊണ്ട് ദയവ് ചെയ്തു ഞങ്ങൾ പഴയ വാദങ്ങൾ മാറ്റിക്കൊണ്ടാണ്, തിരുത്തിക്കൊണ്ടാണ് പുതിയ ഇന്നത്തെ നിലപാടിലെത്തിയതെന്ന് ഇന്ന് നിങ്ങൾ പറയാൻ ആർജവം കാണിക്കണം. നാളെ തിരുത്തുമ്പോൾ ഞങ്ങളിത് ഇന്നലെ വരെ അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്, ഇന്ന് ഞങ്ങൾ വീണ്ടും തിരുത്തിയിരിക്കുന്നു എന്ന് പറയാനുള്ള ചങ്കൂറ്റം നിങ്ങൾ കാണിക്കണം. അങ്ങനെ നിങ്ങൾ തിരുത്തണം എന്നാണ് മുജാഹിദുകളോട് പറയാനുള്ളത്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി മുജാഹിദ് അനുയായികളെ കുറിച്ച് സൂചിപ്പിക്കട്ടെ. കേരളത്തിലെ മുജാഹിദ് പ്രവർത്തകർ അവരാണ് യഥാർത്ഥത്തിൽ അന്ധമായ അനുകരണത്തിന്റെ വക്താക്കൾ. ഇന്നലെ ഈ മൗലവിമാർ പറഞ്ഞത് അതേപടി വിശ്വസിച്ചവർ ഇന്ന് അതിനെതിരെ പറയുമ്പോൾ അതും അതേപടി വിശ്വസിക്കുന്നു. നാളെ ഇത് രണ്ടുമല്ലാത്ത മൂന്നാമതൊന്ന് പറയുമ്പോൾ അതും അതേപടി വിശ്വസിക്കുന്നു. ഇതൊന്ന് ചോദ്യം ചെയ്യാൻ പോലും ഇന്നലെ നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇന്ന് എന്തുകൊണ്ട് തിരുത്തി, നാളെ ഇനി ഇത് തിരുത്തുന്നതിന്റെ മാനദണ്ഡം എന്താണ്, ഇത് ചോദ്യം ചെയ്യാനുള്ള ആർജവം നിങ്ങൾ കാണിക്കുന്നില്ല എന്നതാണ് ഈ മൗലവിമാരുടെ ഏറ്റവും വലിയ ധൈര്യം. അതുകൊണ്ടാണ് അവരിങ്ങനെ ദിനം പ്രതി എന്നോണം തിരുത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളാണ് നിങ്ങളുടെ മൗലവിമാർക്ക് ദീനിനെ തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാനും വെട്ടിമുറിക്കാനുമുള്ള അനുവാദം നൽകുന്നവർ, അവസരം സൃഷ്ടിക്കുന്നവർ എന്നാണ്. ഈ മൗലവിമാർ ചെയ്യുന്നതിന് നിങ്ങൾ കൂടി ഉത്തരവാദികളാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സത്യം മനസ്സിലാക്കാൻ, അതനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.